രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നത് പോലെ ഇറങ്ങി കൊടുക്കാൻ ചങ്കൂറ്റം കാണിക്കണം. ഇറുകി പിടിച്ച് നിൽക്കരുത് ആ മന്ത്രി കസേരയിൽ. രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചതാര്? സ്വന്തം പാർട്ടിക്കാരാണോ, അതോ പാർട്ടിയിൽ നിന്നവരാണോ, അതോ ഇരയാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ ആളുകളാണോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കള്ളക്കളികളാണോ? ഇത് കോൺഗ്രസും CPM-ഉം ഒത്തുകളിച്ചു. വിജയന്റെ പോലീസുകാര് കളിക്കേണ്ട റൂട്ട് പറഞ്ഞു കൊടുത്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഷാഫി എന്ന് പറഞ്ഞ നമ്മൾക്കൊക്കെ പ്രിയങ്കരൻ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് ഈ ഒരു വലിയ പ്രയാണത്തിൽ നിങ്ങളും കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ചതിച്ചതാര്? സ്വന്തം പാർട്ടിക്കാരാണോ, അതോ പാർട്ടിയിൽ നിന്നവരാണോ, അതോ ഇരയാണെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ ആളുകളാണോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കള്ളക്കളികളാണോ? ഒന്നിനും ഒരു മറുപടി ഇല്ലാതെ ഇപ്പോഴും ചോദ്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു. തെറ്റുകാരനാണോ രാഹുൽ? ഞാൻ ഇത്രയും 3-4 വീഡിയോ ഇപ്പം ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പുറത്തുനിന്നുള്ള എനിക്ക് കിട്ടിയ എൻ്റെ പേഴ്സണൽ വിവരങ്ങൾ അനുസരിച്ച് ചതിയാണ് വന്നത്. അത് പാർട്ടിയിൽ നിന്നാണോ എന്നുള്ളത് തെളിവായിട്ടില്ല. ഷാഫി എന്ന് പറഞ്ഞ നമ്മൾക്കൊക്കെ പ്രിയങ്കരൻ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? എന്തുകൊണ്ടാണ് മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, നമ്മുടെ MLA, എന്തുകൊണ്ടാണ് അത് യുവ നേതാവാണ്, അവർക്കൊക്കെ സംസാരിക്കാനുള്ള വോയിസുകൾ ഉള്ളതാണ്. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ് ഇവരെല്ലാം. എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ കാര്യം മൗനമായിരിക്കുന്നത്? ഒറ്റ കാര്യം തന്നെ, പാർട്ടിയിൽ നിന്നുള്ള ചതിയാണെന്ന് നമുക്കിതുകൊണ്ടും വിലയിരുത്താം. സ്വന്തം പാർട്ടി പോലും ഭരണത്തിൽ വന്നിട്ട് പോലും രാഹുലിനെ പറ്റി ഒരു കാര്യം പറയുകയോ രാഹുൽ സത്യസന്ധനാണോ എന്ന് കണ്ടെത്താനോ ശ്രമിക്കാത്ത ഈ പാർട്ടിയിൽ രാഹുലിന് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം കുറ്റവിമുക്തനായാൽ മാത്രമേ ഒരാൾ ചെയ്യപ്പെട്ടില്ലെന്ന് നീതിപീഠം വിശ്വസിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ കേസ് ഒരു ചർച്ച പോലും ചെയ്യാൻ ഈ പാർട്ടിക്കാർ തയ്യാറാവാത്തത്? അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ അത്രയും അടിത്തറച്ച് വിശ്വസിച്ച ആ മനുഷ്യന് ഈ പാർട്ടി എന്ത് നീതിയാണ് അല്ലെ ന്യായമാണ് പറയാനുള്ളത്? എനിക്ക് വ്യക്തമായി ഇതിനകത്ത് പറയാനുള്ളത്, പാർട്ടി ചതിച്ചതാണ്. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന ആൾക്കാർ പിണറായിയുടെ അനുയായികൾ അല്ലെങ്കിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ കൂടി ഇതിൽ പങ്കാളികളാണ്. ആ ഇര എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഒരു മാധ്യമത്തിൻ്റെ ഫ്രണ്ടിലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലും വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടെ നിന്ന് എനിക്ക് പൈസ തന്ന് എന്നെ ചതിച്ചതാണ്, അല്ലെ എനിക്ക് ചതിക്കാൻ ഞാൻ കൂടെ നിന്നതാണെന്ന് ഒരു പ്രസ്താവനയ്ക്ക് പോലും വരാത്തിടത്തോളം കാലം രാഹുലിൻ്റെ വെളിച്ചം ഇപ്പോൾ ഇരുട്ടിൽ തന്നെയാണ്. രാഹുലിൻ്റെ വെളിച്ചം ഏകണമെങ്കിൽ ഈ പാർട്ടിക്കാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പാർട്ടി മൗനം പാലിക്കുന്നതെന്ന് എനിക്കിതുവരെ ഒരു കാരണവശാലും അതിനൊരു ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ, ഇപ്പം രാഹുലിനെ പറ്റി ഞാൻ 3-4 വീഡിയോ ചെയ്തു. അതിൽ തന്ന റെസ്പോൺസ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. രാഹുൽ സത്യം പറഞ്ഞാൽ ഒരു ഇരയായി മാറിയ ഒരു യുവാവാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി മാറി നിൽക്കുന്ന ഒരാളാണ്. പാർട്ടിയെ ഒരു കുറ്റവും പറയാതെ ആദ്യം ശക്തമായ രീതിയിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന യുവ MLA ആയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ച ആ മനുഷ്യൻ ഇപ്പോൾ മൗനമായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും തള്ളി പറഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ മുഖത്തെ ആ ചിരി മായിപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിൻ്റെ വിജയവും. നമ്മളെല്ലാവരും പറയും, എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യമാണ്, സത്യം എന്തെങ്കിലും വെളി വരുമെന്ന്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് സത്യം വെളി വരേണ്ടത്. അല്ലാതെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ സോളാർ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവിമുക്തനാക്കിയിട്ടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതാണ്: എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന ഈ സമയത്ത്, ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇതൊരു കേസ് അന്വേഷിക്കാൻ നിങ്ങളൊക്കെ ഒരു വിമ്പല് കാണിക്കുന്നത്? അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള ഒത്തുകളിയാണോ? പിണറായി വിജയനും LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒത്തുകളിയാണോ? അല്ലെങ്കിൽ കൂടെ നിന്ന് ആർക്കെങ്കിലും ഒരു MLA സ്ഥാനം കിട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ ചവിട്ടി താത്തതാണോ? അവിടെ ഒരിക്കലും വരാത്ത പേര്, പിഷാരടി എന്ന പേര് എന്തുകൊണ്ടാണ് പാലക്കാട് വന്നത്? അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ സ്വതന്ത്രനായിട്ടെങ്കിലും നിർത്തുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു അംഗത്വം തിരിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടം തന്നെ വന്നേനെ ആ മണ്ണിൽ. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഉള്ള ഗൂഢാലോചനകളും കളികളുമാണോ ഇതിൻ്റെ അകത്ത് കളിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യത്തിനുള്ള എനിക്ക് കിട്ടിയ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് വെട്ടിത്തുറന്ന് പറയാം: രാഷ്ട്രീയ നേതാക്കളുടെ കളികളാണ് ഇത്. കോൺഗ്രസും CPM-ഉം ഒത്തുകളിച്ചു. CPM-ന്റെ പാർട്ടി അഥവാ LDF-ന്റെ പോലീസ്, പിണറായി വിജയന്റെ പോലീസുകാര് കളിക്കേണ്ട റൂട്ട് പറഞ്ഞു കൊടുത്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം ആ യുവ നേതാവ് വന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടായിരുന്നു. അത് തല്ലിക്കെടുത്തിയാൽ മാത്രമേ വേറെ പലർക്കും പാർട്ടിയിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുവാനുള്ള ഒരു കാര്യവും ഒരാൾ സംസാരിക്കാത്തത്.
ഇത്രയും MLA മാർ നമ്മുടെ നിയമസഭയിൽ വന്നിട്ട് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന ഒരു കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു യുവ MLA മാറ്റി നിർത്തുന്നത്? ഒരു ചോദ്യചിഹ്നമായി. ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല, കളിച്ചതെല്ലാം ഈ ഇരകളാണ് എന്ന് വെച്ചാൽ പുറത്തു നിന്നും പൈസ വാങ്ങിക്കൊണ്ട്, കോൺഗ്രസിൻ്റെ അകത്തു നിന്നും തന്നെ പൈസ വാങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ അകത്തുള്ളവർ തന്നെ പാവപ്പെട്ടവനെ കുതികാല് വെട്ടുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. പിണറായിയുടെ പോലീസ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് കൂടി പറയാം. കാരണം ഒരു കേസും ഇല്ലാതിരുന്ന എല്ലാ കേസുകളും മാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മെയിൽ വഴിയാണ് എല്ലാ പരാതികളും വന്നത്. ആ ഇരകളെവിടെ? ഇപ്പോൾ ആ ഇരകൾക്ക് എന്നാ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചുവെങ്കിൽ അത് പീഡിപ്പിച്ചതായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് ഇരകളൊന്നും ഇപ്പോൾ ഒന്നുമായിട്ട് മുന്നോട്ട് വരാത്തത്? കുറേ സ്ക്രീൻഷോട്ടൊക്കെ വന്ന ഇരകളും ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. പാവപ്പെട്ട ജനങ്ങളുടെ നേതാവായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ ചവിട്ടിത്താത്തതുപോലെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെയും സോളാർ കേസിൽ പ്രതിയാക്കിയതുപോലെ കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുതികാല് വെട്ടിയത്. ആ മനുഷ്യൻ ഒന്നും വല്ലാതാക്കി തീർക്കുവാനും ആ മനുഷ്യൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട നന്മ പ്രവർത്തികളെ ഇല്ലെന്നാക്കുവാനും വേണ്ടി ചെയ്ത അവരുടെ പ്ലാന്റേഡ് കളി അത് വിജയിച്ചിരിക്കുന്നു. കാരണം രാഷ്ട്രീയത്തോടുള്ള ആ മനുഷ്യൻ്റെ വിശ്വാസം ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾ പല വീഡിയോകൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോഴും UDF പാർട്ടിയെ ഒരു കാരണവശാൽ, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല മനുഷ്യൻ. ഇപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെയാണ്. തല്ലുകൊള്ളാനും ലാത്തി വടി വീശുമ്പോൾ ചെതറാതെ ഓടി മാറാതെ നിൽക്കുവാനും പഠിച്ച ഒരു നേതാവാണ്. അങ്ങനെ കയറി വന്ന ഒരു യുവ നേതാവിന് ഈ രാജ്യത്ത് പിടിച്ചു നിൽപ്പില്ലാത്ത അവസ്ഥ, ഒളിച്ച് നിൽക്കേണ്ട അവസ്ഥ, ഇല്ലെങ്കിൽ ഒളിച്ച് നിന്നിരുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടായത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ, ഒരു കാര്യം ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടം ആൺ തന്നെയാണ്, ഒരു പുലിക്കുട്ടി തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം അറിയേണ്ട ഒറ്റ ചോദ്യമാണ്, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തോ ഇല്ലയോ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ പറയാൻ പറ്റും. കാരണം ഞാൻ 3-4 വീഡിയോ ചെയ്തുള്ളെങ്കിലും തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത്, ആഭ്യന്തരം കയ്യിലുള്ള സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് പോലും ആ കേസൊന്ന് റീഓപ്പൺ പോലും ചെയ്യാൻ പറ്റാത്ത രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് തന്നെയാണ് എൻ്റെ ഈ ചോദ്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ യുവ നേതാവിനെ, വളർന്നു വരേണ്ട ആ യുവ നേതാവിനെ ഇല്ലെന്നാക്കാനുള്ള നിങ്ങൾ കൂടി ഇതിൽ ഒരു പങ്കാളിയായത്? പിണറായി ആയിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾ ഇപ്പോൾ വിജയിച്ചു. പിണറായി വിജയൻ ഏറ്റവും പുറകിൽ പ്രതിപക്ഷത്ത് ആണ് ഇരിക്കുന്നതെന്നും അറിയാം. എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ പോലും ഈ ഒരു ചോദ്യം ചോദിക്കാത്ത? എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരം ഇതിനെല്ലാം, ആ നേതാവിനെ ചവിട്ടിത്താത്തുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ നേടിയെടുത്തു. ഇരകളെന്ന് മുദ്ര കുത്തിയ ആൾക്കാർ, അല്ലെങ്കിൽ ഇരകളായി മാറിയവർക്ക് എന്തോ ദുരുദ്ദേശമുണ്ടായിരുന്നു. അതിന് എല്ലാ പാർട്ടിക്കാരും കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. സ്വന്തം കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റിക്കൊടുത്ത് കൂടെ നിന്നെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും ഒരു ഭരണം വന്നു, പ്രിയദർശിനി ചെയ്ത് പാവപ്പെട്ട പ്രൈവറ്റ് വണ്ടിക്കാരെ ഇല്ലെന്നാക്കി കളഞ്ഞു. അങ്ങനെ ഓരോന്നും ചെയ്തിട്ടും, നല്ല പ്രവൃത്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ നല്ല പ്രവൃത്തി ചെയ്തിട്ടും എന്തുകൊണ്ടാണ്, ഏതടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതിരിക്കുന്നത്? ഇല്ലെങ്കിൽ കുറ്റം ചെയ്ത തെറ്റുകാരനാണോ എന്ന് അന്വേഷിക്കാതിരിക്കുന്നത്? ഇതിനൊക്കെ ഒറ്റ ചോദ്യവും ഒറ്റ ഉത്തരവുമുള്ളൂ. ആ പാവത്തെ ചവിട്ടിത്താത്തുകൊണ്ട് വേറെ വലിയ നേതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതോ ആർക്കോ വേണ്ടി സ്വന്തം പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമായി പറയാൻ പറ്റും. കാരണം ഞാനൊരു പാർട്ടി നേതാവല്ല, ഞാനൊരു പാർട്ടിയിൽ വ്യക്തമായി ഉള്ള ആളല്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, മനസാക്ഷിയെ മുൻനിർത്തി ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല, തെറ്റുകാരനാക്കി തീർത്താണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ. അതിൽ കുതികാല് വെട്ടിയ സ്വന്തം പാർട്ടിക്കാരുടെ കൂടെ നിന്നത് LDF എന്ന് പറഞ്ഞ കുറ്റവിമുക്തനാക്കാനല്ല ശ്രമിച്ചത്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പോലും പാതിരാത്രിയിൽ ചവിട്ടി പൊളിച്ച് കയറി ചെന്ന് ബൂട്ടിട്ട് ചവിട്ടി കയറി ചെന്ന പോലീസുകാരോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, എന്താണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ്? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത്? ഇപ്പോഴും ചോദ്യങ്ങൾ മാത്രം ഒരുപാടുണ്ട്. ഒരു ഉത്തരം തരാൻ ഒരു ഭരണകക്ഷിക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഉത്തരം ഒന്ന് മാത്രം. VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എല്ലാം പിണറായി വിജയൻ അടക്കം കളിച്ച ഒത്തുകളി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഇരുട്ടിൽ തന്നെ. പക്ഷേ ജനങ്ങൾക്ക് അറിയേണ്ട ഒറ്റ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് 100 പ്രാവശ്യം ആവർത്തി ഞാൻ ചോദിക്കുന്ന ഇതേ ചോദ്യം: എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ നിങ്ങളിൽ ഒരുവനായവനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തരം താന്ന് ഏതറ്റം വരെയും താന്നുപോയ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ചവിട്ടിത്താത്ത എന്തിനു വേണ്ടി? ഷാഫി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? ഷാഫിയും വളർന്നു വന്നാൽ ഷാഫിയേക്കാളും മുകളിലാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ലെങ്കിൽ അങ്ങനൊരു മുൻവിധി ഉണ്ടായതുകൊണ്ടാണോ ഷാഫി പറമ്പിനും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്? അതും ഒരു ചോദ്യമാണ്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ക്ലിയറായ ഒറ്റ ഉത്തരം ഞാനിവിടെ നൽകുന്നു: രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല.
ഇരകൾക്ക് സ്വന്തം പാർട്ടി തന്നെ ഇരകൾ എന്ന് ആക്ഷേപിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇരകൾ ആയി മാറിയവർക്ക് സ്വന്തം പാർട്ടി തന്നെ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ 30 വെള്ളിക്കാശിന് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്തത്. അതിൻ്റെ തെളിവില്ലെന്നാക്കാനാണ് ഇപ്പോഴും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണ് എങ്കിൽ ഈ കാര്യം റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വന്തം പാർട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വാസം കൂട്ടി ഉറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നന്ദിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മനുഷ്യൻ ലാത്തി ചാർജ് കൊണ്ട അടിയുടെ വേദന ഇപ്പോഴും അവൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ അവനുണ്ടായിരുന്ന വില, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടായിരുന്ന വില ചവിട്ടിത്താത്ത് ഒന്നുമല്ലാതെ എറിഞ്ഞവരുടെ മുന്നിൽ അവനെയും കൈപിടിച്ച്, അല്ലെങ്കിൽ അവൻ തെറ്റുകാരനല്ല എന്ന് തോൾ ചേർത്ത് നടക്കുവാൻ, അല്ലെങ്കിൽ അവൻ തെറ്റുകാരനാണോ എന്ന് കണ്ടെത്തുവാനുള്ള ആർജവമെങ്കിലും ഈ പാർട്ടി കാണിക്കണം. അതാണ് ശരി. കാരണം നാളെ നല്ലൊരു സത്യത്തിന് വേണ്ടി വഴി തുറക്കണമെങ്കിൽ ഇന്ന് നടന്ന കള്ളത്തെ പറ്റി അന്വേഷിച്ച് യഥാർത്ഥ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയം, അല്ലെങ്കിൽ അതാണ് നീതി. ആ നീതി പോലും നിങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിന്നൊറ്റിയത് കോൺഗ്രസ്കാരെ തന്നെയാണെന്ന് ഇനിയും ജനങ്ങൾ വിശ്വസിക്കും. അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചാൽ അത് മായ്ക്കാൻ പറ്റാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ കോളമായി മാറും, അല്ലെങ്കിൽ ഒരു കഥയായി മാറും. ആ കഥയ്ക്ക് വഴിവെക്കാതെ യഥാർത്ഥ കാര്യം എന്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക തന്നെ ചെയ്യുക. കാരണം തെറ്റുകാരനല്ല. ഇരകൾക്കുള്ള ലക്ഷ്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. ഇരകൾ എന്നല്ല പറയേണ്ടത്. 10, 30, 300 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഇതിനേക്കാളും മര്യാദ ജനങ്ങൾ കൊടുക്കും. ഇര എന്ന് എന്തിനാണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ രാഹുലിനെയാണ് പറയേണ്ടത്, മനസ്സാക്ഷി കൊണ്ട് ഇര എന്ന്. എന്തിനോ വേണ്ടി ജനങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാമെന്ന വിശ്വാസത്തോടെ പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകുത്തി ആ ജനങ്ങൾക്ക് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന ആ മനുഷ്യനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്ത മാവേലിയുടെ അവസ്ഥ. അതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. ഇരകൾ എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇരകളെന്നല്ല, എൻ്റെ നാട്ടിൽ പറയുന്ന ഇരകളെന്നല്ല, ഇതിനൊക്കെ പറയുന്ന പോകൃതരം എന്നാണ്. കാരണം കൂടെ നിന്നിട്ട് കുതികാല് വെട്ടിയ ഏതവനാണെങ്കിലും കാണിക്കുന്ന പോകൃതരവും തന്നെയാണ് പറയുന്നത് എൻ്റെ നാട്ടിൽ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് എങ്കിലും കരുണ കാണിക്കുക, ഔദാര്യം കാണിക്കുകയും വേണ്ട. സത്യസന്ധത പുറത്തു കൊണ്ടുവരിക, രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളിൽ വിശ്വസിച്ച് CPMൻ്റെ അല്ലെ പിണറായിയുടെ പോലീസിൻ്റെ വൻ പ്രതിഷേധത്തെ പോലും ആ മനുഷ്യൻ ചെറുത്ത് നിന്ന് ഇതുവരെ എത്തിയെങ്കിൽ അത് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. പാർട്ടിക്കാർ പുറത്താക്കി മാനം രക്ഷിച്ചു, അത് സത്യമാണ്. പക്ഷേ ആ രക്ഷിച്ച മാനം തിരിച്ചു പിടിക്കാനും അവന് അവകാശമുണ്ട്. കാരണം MLA ആയിട്ടല്ല, സാധാരണ പൗരനായിട്ട് അവൻ്റെ അവകാശമാണ്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിവ് അവൻ്റെ അവകാശമാണ്. അത് പോലീസും നീതിപീഠവും തന്നെയാണ് നടത്തി കൊടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ സത്യമായ സ്ഥിതിക്ക് തിരിച്ചെടുക്കുക, ഇരകളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. കാരണം നാളെ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഇങ്ങനെ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. അന്നും രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നത് പോലെ ഇറങ്ങി കൊടുക്കാൻ ചങ്കൂറ്റം കാണിക്കണം. ഇറുകി പിടിച്ച് നിൽക്കരുത് ആ മന്ത്രി കസേരയിൽ. അങ്ങനെ ആവണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യും, എന്തുകൊണ്ടാണ് രാഹുലിനെ പുറത്താക്കിയതെന്ന്. ഈ വലിയ തെറ്റിന് ചോദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കൈകോർത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയുടെ യഥാർത്ഥ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് എൻ്റെ അപേക്ഷയല്ല, നിങ്ങളുടെ ഔദാര്യമല്ല. അതാണ് ചെയ്യേണ്ട യഥാർത്ഥ സത്യമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണോ അതോ അവിടെ വരുത്തി തീർത്തതാണോ? ഇങ്ങനെയെങ്കിൽ ഒരു ചോദ്യം എപ്പോഴും അവശേഷിക്കും. കോൺഗ്രസ് പാർട്ടിയെ എന്തിനാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ 5 വിരൽ ഊന്തി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അടിയുറപ്പുള്ള നേതാക്കന്മാരെ എന്തിനു വിശ്വസിക്കണം? എന്താണ് ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മാതൃക? എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ശരി? അന്വേഷിക്കുക, കൊണ്ടുവരിക, യുവത്വമായി നിലനിർത്തുക. രാഹുൽ മാങ്കൂട്ടം എന്നും ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം.